ഇനി നമുക്ക് VS അച്യുതാനന്ദന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കാം. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. ഡയാലിസിസിന് വിധേയനാക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിട്ടുണ്ട്. അർജുൻ രാജ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞുതരും. അർജുന്, ഏറ്റവും ഒടുവിലായി വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഡയാലിസിസ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ചികിത്സയിലാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള VS അച്യുതാനന്ദൻ. നിലവിൽ വന്നിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിലും ആദ്യ നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഗുരുതരമായിട്ടുള്ള അവസ്ഥ അതുപോലെ തന്നെ തുടരുകയാണെന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത്. ഡയാലിസിസ് ചികിത്സയ്ക്ക് വിധേയനാക്കുന്നുണ്ട്. ഇന്നലെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പലവട്ടം ഡയാലിസിസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഡയാലിസിസ് ചികിത്സയ്ക്ക് അദ്ദേഹത്തിനെ വിധേയനാക്കുന്നുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തെ ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് 12 ദിവസം ഇപ്പോൾ പിന്നിടുകയാണ്. ആരോഗ്യസ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഒപ്പം ഡയാലിസിസിന് വിധേയനാക്കാൻ കഴിയുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘവും SUT ആശുപത്രിയിലെ ഡോക്ടർമാരും ചേർന്നാണ് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നത്. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൃത്യമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വലിയ മാറ്റമില്ല, ഗുരുതരമായി തന്നെ തുടരുകയാണെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു. ശരി അർജുൻ.